ഡോക്ടറിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. റെയിൽവേയുടെ ആ വമ്പൻ റിക്രൂട്ട്മെന്റ് ബിരുദധാരികളായിട്ടുള്ളവർക്ക് 5810 ഒഴിവുകളിലേക്കുള്ള വിവിധ തസ്തികകളിലേക്കുള്ള പോസ്റ്റ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ അഡ്വാൻസ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെന്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അപേക്ഷിക്കാൻ തുടങ്ങാം. ഒക്ടോബർ 21 തന്നെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. നവംബർ 20 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫീസ് അടയ്ക്കാനായിട്ട് ഒരു ദിവസം കൂടി സമയമുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് 2025 ഒക്ടോബർ 21 മുതൽ നവംബർ 20 വരെയാണെന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ 2 ദിവസം കൂടി സമയം തന്നിട്ടുണ്ട്. നവംബർ 22 വരെ ഫീസ് അടയ്ക്കാനായിട്ടുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ സമയം തന്നിട്ടുണ്ട്. കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓരോ പോസ്റ്റിനുള്ള പ്രത്യേകം എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഏജ് പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വേക്കൻസി ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 161 ഒഴിവ്, സ്റ്റേഷൻ മാസ്റ്റർ 615 ഒഴിവുകൾ, ഗുഡ്സ് ട്രെയിൻ മാനേജർ 3416 ഒഴിവുകൾ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ക്ലർക്ക് 921 ഒഴിവുകൾ, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 638 ഒഴിവുകൾ, ട്രാഫിക് അസിസ്റ്റന്റ് 59 ഒഴിവുകൾ. അങ്ങനെ ആകെ 5810 ഒഴിവുകളാണ്. എല്ലാത്തിനും വേണ്ട അടിസ്ഥാന ബിരുദമാണ്. ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിലെ 2 പോസ്റ്റിലേക്ക് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് അടിസ്ഥാന ശമ്പളം 34,400 രൂപയായിരിക്കും. എന്നാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് 29,200 രൂപയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക. ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 25,500 രൂപയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം. ഈ പോസ്റ്റുകളിലേക്ക് എല്ലാം പ്രായം പറഞ്ഞിട്ടുള്ള 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. എന്നാൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷവും, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് മിനിമം 3 വർഷവും അവരുടെ സർവീസ് അനുസരിച്ച് ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, OBC-കാരായ ഡിസബിലിറ്റിക്കാർക്ക് 13 വർഷവും, SC/ST-കാരായ ഡിസബിലിറ്റിക്കാർക്ക് 15 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ അപേക്ഷാ ഫീസും അടയ്ക്കണം. അപേക്ഷാ ഫീസിന്റെ കാര്യങ്ങൾ പറയാം. അതിലേക്ക് എല്ലാ കാൻഡിഡേറ്റ്സും ഫസ്റ്റ് സ്റ്റേജ് അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ ഒരു പോർഷൻ എക്സാമിനേഷൻ ഫീയുടെ ഒരു പോർഷൻ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 400 രൂപയും മറ്റു കാൻഡിഡേറ്റ്സ് 250 രൂപയായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് പല സ്റ്റേജാണ് ഇത് സെലക്ഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് 1.5 മണിക്കൂർ 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് ആയിരിക്കും. അതിന്റെ ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സ് 30 ചോദ്യങ്ങൾ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30, അങ്ങനെയാകെ 100 ചോദ്യങ്ങളായിരിക്കും. 1.5 മണിക്കൂർ സമയമായിരിക്കും അതിന് ലഭിക്കുക. സെക്കൻഡ് സ്റ്റേജും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അതിലേക്ക് 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. ജനറൽ അവയർനെസ് 50 ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സ് 35 ചോദ്യങ്ങൾ, ജനറൽ ഇന്റലിജൻസ് 35 ചോദ്യങ്ങൾ, അങ്ങനെയാകെ 120 ചോദ്യങ്ങളായിരിക്കും നമ്മൾക്ക് 90 മിനിറ്റ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സിലബസും കൊടുത്തിട്ടുണ്ട്. ഓരോ കമ്പ്യൂട്ടർ ബേസ്, അതിനുശേഷം ചില ടെസ്റ്റുകളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കില്ലൊക്കെ നോക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ പറയാം. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും എംപാൽമെന്റും അതിനുശേഷമായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മളെല്ലാ സാധനവും ഒറിജിനൽ ഹാജരാക്കുക. അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോട്ടോ ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓരോ RRBയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെയാണോ വേക്കൻസിൽ ഓരോന്നിനും ഉള്ളതനുസരിച്ചുള്ള RRB അഡ്രസ്സിൽ വേണം നമ്മൾ, വെബ്സൈറ്റ് വേണം അപ്ലൈ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക.
അതോടൊപ്പം ക്വാളിഫിക്കേഷൻസ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർമാരുടെ നേരത്തെ പറഞ്ഞു, അതിലേക്ക് 35,400 രൂപയാണ് അവർക്ക് അടിസ്ഥാന ശമ്പളം ലഭിക്കുക. വേണ്ട ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്കും ബിരുദം മാത്രം മതിയാവും. എന്നാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റിലേക്കും ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. നാലാമത്തെ പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്നുള്ളതാണ്. അതിലേക്ക് ഡിഗ്രി ആണ് ചോദിച്ചത്. അതോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പ് ചെയ്യാനുള്ള പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതിനും ഇതുപോലെ തന്നെ ഡിഗ്രിയോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പിംഗ് അറിയാനുള്ളത് എസെൻഷ്യലായിട്ട് ഉണ്ടായിരിക്കണം. ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഡിഗ്രി ആണ് അതിനുവേണ്ടി യോഗ്യത പറഞ്ഞിട്ടുള്ളത്. ഓരോ RRBയിലും ഓരോ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരം RRBയുടെ നോക്കാം. കേരളത്തിലെ RRB തിരുവനന്തപുരം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർമാരുടെ ഒഴിവുകള് 4 ഒഴിവുകളാണുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർമാരുടെ കേരളത്തില് 27 ഒഴിവുകളുണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജർമാരുടെ 17 ഒഴിവുകൾ. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 10 ഒഴിവുകൾ. അങ്ങനെ തിരുവനന്തപുരത്ത് ആകെ 58 ഒഴിവുകളാണ് ആകെ ഉള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫീസിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് വിട്ടുപോയി, എവിടെ നോക്കി കണ്ടുപിടിക്കാം. 500 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനുള്ള ഫീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസ് എല്ലാ കാൻഡിഡേറ്റ്സും 500 രൂപ ഫീസ് നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. SC/ST കാൻഡിഡേറ്റ് ആയിട്ട് ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് അങ്ങനെയുള്ളവർക്കൊക്കെ 250 രൂപ മതിയാവും. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 500 രൂപയാണ് ഫീ ആയിട്ട് നൽകേണ്ടത്. അതിലൊരു പാർട്ട് റീഫണ്ട് ചെയ്യുന്നു പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ് 400 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് അടയ്ക്കുന്ന SC/ST കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അവർക്കൊക്കെ 250 രൂപ മതി. അവർ 1ാം സ്റ്റേജ് പരീക്ഷ എഴുതുകയാണെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നവംബർ 20 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതായത് റെയിൽവേ എവിടെയാണ് നിങ്ങൾ ഏത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലാണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ ആ വെബ്സൈറ്റ് നോക്കി അപേക്ഷിക്കുക. താങ്ക് യു.